ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ, അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടാണോ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, എന്നാലും നിങ്ങൾക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്ക്സുകളും വീട്ടിൽ നിന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 18 വയസ്സ് കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ നമുക്കൊരു ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾറെഡി ഉള്ള ബാങ്ക് അക്കൗണ്ട് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം. അതായത് നമുക്ക് 18 വയസ്സിന് മുമ്പുള്ള ഒട്ടുമിക്ക അക്കൗണ്ടുകളും ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും. പണ്ട് നമ്മുടെ സ്കൂളിൽ സ്കോളർഷിപ്പിനൊക്കെ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും. എന്നാൽ ഈ ഒരു അക്കൗണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഈ ഒരു അക്കൗണ്ട് മേജർ അക്കൗണ്ടിലോട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ റിസ്ക് ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അത് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം, പാൻ കാർഡ് മസ്റ്റാണ്, എന്നാൽ മാത്രമേ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് എടുക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ്ലി തന്നെ നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇനി നേരെ വീഡിയോട്ട് പോകാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള, അതായത് അവരുടെ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ നമ്മളിവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന സേവിങ്സ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ജസ്റ്റ് സ്റ്റാർട്ട് നൗ എന്നുള്ള താഴത്ത് കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവരെ കുറിച്ച് അവരുടെ ആഡ്സുകളായിരിക്കും കാണാൻ സാധിക്കുക. സോ അതിനുശേഷം പെർമിഷൻസ് അഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറിലാണോ ഗൂഗിൾ പേ തുടങ്ങേണ്ടത് ആ ഒരു നമ്പർ നിങ്ങളിവിടെ കൊടുക്കുക. അതായത് നിങ്ങളുടെ മെയിൻ നമ്പർ തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അതിൻ്റെ താഴത്തായിട്ട് റെഫറൽ കോഡ് എന്ന് കാണാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട് ഞാൻ റെഫറൽ കോഡ്. ഓക്കെ, ആ റെഫറൽ കോഡ് തെറ്റാതെ ഈ റെഫറൽ കോഡ് നിങ്ങൾ തെറ്റാതെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ OTP വന്നിട്ടില്ലെങ്കിൽ OTP അപ്ലൈ ചെയ്യുക, റീസെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളൊരു MPN ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു MPN ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ അവർ ചോദിക്കുന്നതായിരിക്കും. ആ ഒരു മറക്കാതെ തന്നെ ഒരു 4 ഡിജിറ്റ് MPN ക്രിയേറ്റ് ചെയ്യുക. സോ അതിനുശേഷം എനേബിൾ ഫേസ് ID, ടച്ച് ID. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേസ് ഐഡിയും ടച്ച് ഐഡിയും നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ മൊബൈലിന് ഫിംഗർ പ്രിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് ഡൺ ആയിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് ക്രെഡിറ്റ്, സ്റ്റോക്സിങ് തുടങ്ങി ഒരുപാട് സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ സെക്ഷൻ, അതായത് സേവിങ്സ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. അതാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 0 ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കും താഴത്തായിട്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പാൻ കാർഡ് നമ്പർ നിങ്ങൾക്കൊരു ഇൻസ്റ്റൻ്റ്ലി പാൻ കാർഡ് ഉണ്ടായാൽ മതി. ഇപ്പോൾ ഫിസിക്കലി ഒരു പാൻ കാർഡ് ആവശ്യം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലോഡിങ് വരും. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ 16 ഡിജിറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതിനുശേഷം വേറൊരു വിൻഡോയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും.
ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ചിലപ്പം നെറ്റ് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ റീഡയറക്റ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. സോ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. സോ അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഫാദർ നെയിം, മദർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അത് സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളുടെ ഓക്യുപ്പേഷനാണ്. സോ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക, സാലറീഡ് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണോ എമൗണ്ട് വരുന്നത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ട് ആ ഒരു ആനുവൽ ഇൻകം കൊടുക്കുക. സോ അത് നിങ്ങൾ ജെന്യൂനായി തന്നെ കൊടുക്കുക. സോ ഓക്കെ, പിന്നെ നോമിനി ഡീറ്റെയിൽസ് ആണ്, അത് നിങ്ങൾ പിന്നെ ആഡ് ചെയ്താൽ മതി, അപ്പം തന്നെ ആഡ് ചെയ്യണമെന്നില്ല. സോ ഓക്കെ, അതും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കൊരു ടൈമിംഗ് ഇങ്ങനെ റൺ ആവുന്നതായിരിക്കണം. സോ ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് നമ്പറും IFSC കോഡും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് മെസ്സേജ് ആ ഒരു ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് വേറൊരു പേരിലോട്ട്, അതായത് ഈ ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും, നമ്മളെ ഫണ്ട് ആഡ് ചെയ്യാനുള്ളൊരു പേരിലോട്ടാണ്. സോ അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് ഐ വിൽ ഡു ലേറ്റർ എന്ന് കൊടുത്താൽ മതി. സോ പിന്നെയുള്ളത് സ്റ്റാർട്ട് വീഡിയോ KYC ആണ്. വീഡിയോ KYC ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ലിമിറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യാൻ പറ്റും 1 ഇയർ ആണ്. സോ ഇത് നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ KYC ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ KYC ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആ ഒരു കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക. സോ ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ട് വീഡിയോ KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ KYC ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പം ഐ ലേറ്റർ എന്ന് കൊടുക്കുകയാണ്. സോ കാരണം നമുക്ക് പിന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കറൻലി ഇപ്പോൾ നല്ലൊരു അക്കൗണ്ട് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അറ്റൻഷൻ നീഡ് ടു KYCയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ KYC കംപ്ലീറ്റ് ആക്കിയാലും നമുക്ക് ഇത് ഫുൾ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതുപോലെ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഓപ്ഷൻസും, അതായത് നമുക്ക് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യലൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ CVVയും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വെർച്വലായിട്ട് ഈ ഒരു ATM കാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്യാം, എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. സോ നിങ്ങൾ ഇതുവരെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ നമ്പർ എൻ്റർ ചെയ്യുക. സോ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഇമെയിൽ ID ചൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഒരു ഇമെയിൽ ID നിങ്ങൾ മൊബൈലിൽ ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ ബാങ്കിൽ കൊടുത്ത ഇമെയിൽ ID ആവണം എന്നൊന്നുമില്ല. സോ അഗ്രി ടു കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാങ്കിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഇതിലൊരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് വേണ്ട. അപ്പം നമ്മൾ പുതുതായിട്ടുള്ളൊരു അക്കൗണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ന്യൂ ബാങ്ക് അക്കൗണ്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ അപ്പം നമ്മൾ ഈ ഒരു ഗൂഗിൾ പേയുടെ മെയിൻ ഇൻ്റർഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. സോ അതിനുശേഷം ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കും. ഓക്കെ, ആ ഒരു ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇൻഡസ്ലാൻഡ് ബാങ്ക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ബാങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബാങ്ക്. ആ ഒരു ബാങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇതെല്ലാം പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ബാങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ ഒരു കൺഫർമേഷൻ വെരിഫിക്കേഷൻ, നമ്മുടെ മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ഒരു വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു അക്കൗണ്ട് നമുക്ക് ഇവിടെ ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൊബൈൽ നമ്പറിൽ. സോ അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ATM കാർഡിൻ്റെ
അവസാനത്തെ 6 ഡിജിറ്റ് നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പയറി ഡേറ്റ് താഴത്തെ ബോക്സിൽ ഈ ഒരു ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നതല്ലേ, നമുക്കിപ്പം ഫിസിക്കലായിട്ട് ATM കാർഡ് ലഭിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ആപ്ലിക്കേഷനിൽ, അതായത് നമ്മൾ നേരെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ വെർച്വൽ ATM കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഡെബിറ്റ് കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വിഫ്റ്റ് ഫ്രണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാർഡിൻ്റെ നമ്പർ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ അവസാനത്തെ 6 ഡിജിറ്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എക്സ്പയറി ഡേറ്റ്, അതായത് ഈ 2029 നമുക്ക് ഈ ഒരു കാർഡ് എക്സ്പയർ ആകുക. അപ്പോൾ അതും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് പിന്നെന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു UPI, അതായത് നിങ്ങൾ സെറ്റ് പിന്നായിരിക്കും നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഞാൻ ഓൾറെഡി ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് UPI പിന്നായിരിക്കും. സോ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ബാങ്കിൽ നിന്നൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഒരു 4 ഡിജിറ്റ് UPI പിന്ന് നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ UPI പിന്ന് മറക്കരുത്, കാരണം നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ UPI പിന്ന് എൻ്റർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഗൂഗിൾ പേയുമായിട്ട് നമുക്ക് ലിങ്കായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഗൂഗിൾ പേ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലോട്ട് നമുക്ക് ക്യാഷ് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വീഡിയോ ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റയുടെ ID നൽകുന്നുണ്ട്. സോ നിങ്ങൾക്കത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.